ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ള വീട്ടിലാണ്. ഇന്നൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ നമ്മൾ പോകുന്നത് വിൻ്റർ വണ്ടർലാൻഡിലേക്കാണ്. സോ വിൻ്റർ വണ്ടർലാൻഡ് ഈസ് വൺ ഓഫ് ദ ഫെസ്റ്റീവ് ഫെയർ ഇൻ ലണ്ടൻ. ഹൈഡ് പാർക്കിലാണ് ഉണ്ടാവുക. ഒരുപാട് റൈഡ്സും വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് ഇയർ വരെ ഉണ്ടാകുന്നത്. സോ വി ആർ ഹോപ്പിംഗ് ഫോർ ദ സെയിം ആൻഡ് നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരുണ്ട്. നമ്മൾ ഡേ ടൈമിലാണ് കേട്ടോ പോകുന്നത്. ആക്ച്വലി ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ്. ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നല്ലൊരു വൈബ് കിട്ടുന്നത്. പക്ഷേ ഈവനിങ് ടൈംസ് ആർ റിയലി റഷ് ആൻഡ് ക്രൗഡഡ്. അതെനിക്ക് ഒട്ടും പറ്റില്ല. ഇപ്പം ഒരു മിഡ് ഡേ ആയിട്ടുണ്ട്, ഒരു 12 o'clock കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ പോയാൽ എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. സോ അതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഏകദേശം ഒരു മാച്ചിങ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സോ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് കുറച്ചടുത്താണ്, ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് നടക്കാനുണ്ട്. ട്രെയിനിൽ കയറിയിട്ടാണ് പോകുന്നത്. അവിടേക്ക് ട്രെയിൻ ആക്സസ് ആണ് ബെറ്റർ. സോ യെസ്, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ. ഇന്നൊരു വെനസ്ഡേ ആണ്. ആക്ച്വലി ഞങ്ങളുടെ ഡേ ഓഫ് ആണ് ഇന്ന്. വി തോട്ട് ഓക്കെ ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് എക്സ്പ്ലോർ സം ക്രിസ്മസ് വൈബ്. നല്ലൊരു ക്രിസ്മസ് വൈബൊക്കെ കിട്ടും കേട്ടോ അവിടെ പോയാൽ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ വന്നിട്ട് ഇറങ്ങിയത് ഓക്സ്ഫോർഡ് സർക്കസ് എന്നുള്ള സ്ഥലമാണ്. ദിസ് ഈസ് ഫോർ ദ റീജൻ സ്ട്രീറ്റ്. അപ്പോൾ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഒരുപാടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഡേ ടൈമിലാണ് ഇങ്ങനെ കാണുന്നത്. ആക്ച്വലി നൈറ്റ് ടൈം ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. നമ്മുടെ കുറേ ഫെയറി ടെയിൽസ്, ഏഞ്ചൽസ്, അതിൻ്റെയൊക്കെ ലൈറ്റ്സാണ് ഇവിടെ കുറേ കാണാനായിട്ട് പറ്റുന്നത്. ദ നൈറ്റ് ടൈം ദ റഷ് ഈസ് ലൈക്ക് ദിസ്. സോ ലിറ്ററലി നമ്മൾ 2 ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നിട്ട് പക്ഷേ ഇറ്റ് വാസ് ടു മച്ച് ക്രൗഡഡ്, ടു റഷ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ആൻഡ് വി കുഡിൻ ടോളറേറ്റ് ദ ക്രൗഡ് ആക്ച്വലി. അപ്പം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ചെയ്തത്. സോ ദാറ്റ് വാസ് ദാറ്റ് റീജൻ സ്ട്രീറ്റിൻ്റെ ക്രിസ്മസ് ലൈറ്റ്സ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുക. സോ ഫൈനലി നമ്മൾ നടന്നിട്ട് ഓക്സ്ഫോർഡ് സർക്കസും കഴിഞ്ഞ് മാർബിൾ ആർച്ചാണ് കേട്ടോ സ്റ്റേഷൻ. മാർബിൾ ആർച്ചിൽ നിന്ന് വെറുതെ ഒരു 10 മിനിറ്റ്സ് താഴെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഈവനിങ് ആൻഡ് നൈറ്റ് ടൈമിലായിരുന്നു. അപ്പോൾ ഫുള്ളി ഡാർക്കായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ ലൈറ്റിൻ്റെ ആ ഒരു വൈബ് ഇസ് ഹിറ്റ്സ് ഡിഫറെൻ്റ് എന്ന് പറയുന്ന പോലെ ഭയങ്കര ലൈറ്റ്സ് ആൻഡ് കളർഫുൾ പ്ലേസ് ആണിത്. സോ ആക്ച്വലി ആ ഒരു വൈബ് ഇഷ്ടപ്പെടുന്നവർക്ക് നൈറ്റിലാണ് വരാൻ പറ്റുക. അല്ലാതെ വൈബ് ഇഷ്ടമാണ്, പക്ഷേ ഇറ്റ് വാസ് എക്സ്ട്രീം കോൾഡ് ആൻഡ് ഈവനിങ് നൈറ്റ് ടൈമിലൊക്കെ ഭയങ്കര റഷാണ് ഇവിടെ. ഒത്തിരി നേരം ക്യൂ നിന്നാലേ നമുക്ക് ഓരോ റൈഡ് വല്ലതും കയറാൻ പറ്റുള്ളൂ. ഈവൻ ഫോർ ദ ക്യൂ ടു എൻറ്റർ ദ വിൻ്റർ വണ്ടർലാൻഡ് ദ ക്യൂ ഇറ്റ് സെൽഫ് ഇസ് ടു ലോങ്. അപ്പോൾ നമ്മൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ വന്നേക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ 1 o'clock ആണ്. സോ ആഫ്റ്റർ വി എൻറ്റർ ഇൻ ദ വിൻ്റർ വണ്ടർലാൻഡ് നമ്മൾ ഫസ്റ്റ് ഞാൻ കാണുന്നത് കുറേ കാഫേസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാനുണ്ട്. കോഫി, ജ്യൂസ് ഐറ്റംസ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. ദെൻ വി ഗെറ്റ് ഇൻ ടു ദ റൈഡ്സ്. അപ്പം നമ്മുടെ ഫസ്റ്റ് റൈഡാണ് കേട്ടോ അത്. ഐസ് മൗണ്ടെയിൻ ആണ് ഫസ്റ്റ് റൈഡ്. അപ്പോൾ നമ്മൾ ഐസ് മൗണ്ടനിലോട്ട് കയറാനായിട്ടാണ് പോകുന്നത്. ഒരുപാട് ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഓർക്കുന്നുണ്ട് ആ കൗണ്ടറിൻ്റെ പുറത്ത് വരെ അങ്ങോട്ട് ക്യൂ ആയിരുന്നേ. സോ ഫൈനലി നമ്മൾ കയറാനായിട്ട് പോകുന്നത് ഫസ്റ്റ് റൈഡാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഐസ് മൗണ്ടൻ ഈസ് നോട്ട് ലൈക്ക് നാട്ടിലേക്ക് വലിയ അമ്യൂസ്മെൻറ്റ് പാർക്സൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല. ഇതിവിടെ ഒരു ഈ ഫെസ്റ്റീവ് ഫെയർ, അതായത് ക്രിസ്മസിൻ്റെ സമയത്ത് വരുന്ന ആൾക്കാർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റൈഡ് അത്രേ ഉള്ളൂ കേട്ടോ. കുറേ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് റൈഡ്സ് ഉണ്ട്. നമ്മൾ ഇതാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത്. 4 പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സീറ്റ്. ആൻഡ് നമ്മൾ രണ്ടുപേരും ഒരു കപ്പിളും കൂടെ ഉണ്ടായിരുന്നേ. ആൻഡ് യാ, ദാറ്റ് ഈസ് വേർ വി സ്റ്റാർട്ടഡ് അവർ ഫസ്റ്റ് റൈഡ്. ഇറ്റ് വാസ് ലൈക്ക് എക്സൈറ്റഡ്, കാരണം ഒരുപാട് നാളുകളായി നമ്മളിങ്ങനത്തെ റൈഡിലൊക്കെ കയറിയിട്ട്. അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. സോ ദേ വി സ്റ്റാർട്ടഡ്. ആക്ച്വലി കുറേ ഒരു കൂക്കൽ വിളിയൊക്കെ ആയിരുന്നു ഇവിടെ. കാരണം നമുക്ക് മൊത്തത്തിൽ ഒരു ഇരുട്ടാണ് ഉള്ളിൽ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്. യുനോ ഹൗ വി അഡ്രിനാലിൻ റൈസ് എന്നൊക്കെ പറയില്ലേ. സോ അതുപോലെയൊക്കെ അവസ്ഥയാണ്. ഇറ്റ് വാസ് അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ദാറ്റ് വാസ് എ ഫസ്റ്റ് റൈഡ്. ആൻഡ് യാ, കാരണം ഒരുപാട് നേരം നമുക്ക് പുറത്തോടെ ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല. ആക്ച്വലി ഇത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒന്ന് കറങ്ങി പോവും. ആൻഡ് ഇറ്റ് വിൽ റീച്ച് അപ്പ് ടു ഹൈ, ദെൻ വി ജസ്റ്റ് ഗോ ഡൗൺ. സോ ആസ് യൂഷ്വൽ ദ അമ്യൂസ്മെൻറ്റ് പാർക്സിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു റൈഡാണത്. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് നമുക്ക് തോന്നും. ബിക്കോസ് എപ്പോഴും നമ്മൾ ഡ്യൂട്ടി ഹോം എന്നൊക്കെ പറഞ്ഞ് ടൈം കളഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇതുപോലൊരു എക്സ്പീരിയൻസ് നമുക്ക് അവൈലബിലിറ്റി ഉണ്ടല്ലോ, നമുക്ക് ആക്സസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നു, പോകാൻ പറ്റുന്നു, എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ ഭയങ്കര ഒരു ബ്ലെസ്ഡ് മൊമെൻറ്റ്സ് ആണ്. ദിസ് വാസ് എ പീക്ക് ഓഫ് ദിസ്. ഇതിപ്പോൾ കാണുമ്പോൾ അത്രേ തോന്നുള്ളൂ. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് ദാറ്റ് വൺ വി എക്സ്പീരിയൻസ് വാസ് എ ലിറ്റിൽ ടു ഹൈ റൈസ് ഓഫ് അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് റിയലി ഫൺ. വി റിയലി ഹാഡ് സോ മച്ച് ഓഫ് ഫൺ ഇൻ അവർ ഫസ്റ്റ് റൈഡ്.
ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് അറ്റ് നൈറ്റ് ടൈം. പക്ഷേ ഇത് ഇപ്പം ഡേ ടൈമിലൊരു എൻജോയ്മെൻറ്റ്. സോ വിച്ച് ഈസ് റിയലി റിയലി ഗുഡ്. ദ ഫസ്റ്റ് റൈഡ് വാസ് റിയലി ഗുഡ്. നമ്മുടെ അടുത്തുണ്ടായിരുന്ന ആൾ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യുന്നുണ്ടായിരുന്നേ. പക്ഷേ ഡെഫിനറ്റ്ലി ദെൻ ഓ ഗോയിൻ സ്റ്റോപ്പ് നോവർ ഇൻ ദ മിഡിൽ. അപ്പം ദാറ്റ് വാസ് ദാറ്റ്. ഇറ്റ്സ് റിയലി റിയലി ഫൺ. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമേ ഇങ്ങനെ യു കെയിലൊക്കെ ഒരുപാട് ഇതുപോലത്തെ റൈഡ്സ് ഒക്കെ വരുള്ളൂ. അല്ലാണ്ട് തീം പാർക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ തോർ പാർക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് തീം പാർക്സ് ഉണ്ട്. പക്ഷേ അതൊക്കെ ഒത്തിരി ദൂരെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ലണ്ടനിലൊക്കെ ക്രിസ്മസ് ടൈമിൽ ഇതുപോലെയുള്ള അട്രാക്ഷൻസ് വരുമ്പം ഇറ്റ്സ് റിയലി വർത്ത് വിസിറ്റിംഗ് അറ്റ് വൺസ്. കാരണം ഈ ഒരു സ്പേസിൽ നമുക്ക് ആക്ച്വലി ഒരു മോർ ദാൻ ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള റൈഡ്സും അതുപോലെ തന്നെ ക്രിസ്മസ് മാർക്കറ്റ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. Actually, you can see that was excitement after we have completed the ride. It was really fun actually. Yes, it was really fun. And also നമ്മൾ ചുറ്റും കറങ്ങിയിട്ടേ ഓരോരോ റൈഡ്സ് ഇങ്ങനെ കാണുകയാണ്. ബിക്കോസ് ഐസ് മൗണ്ടൻ വാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വൺ ആൻഡ് ദ ബിഗ്ഗസ്റ്റ് വൺ ഈസ് റോളർ കോസ്റ്റർ. അത് കയറാനുള്ളൊരു ഐ മീൻ ഒരു കറേജ് ഇല്ല. I've tried for the first time like in 2020 or something. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അത് ട്രൈ ചെയ്യാനുള്ളൊരു തോന്നിയില്ല. എനിവേ, സോ ഒരുപാട് ഫുഡ് സ്റ്റാൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെ ജയൻറ്റ് വീൽസ് ഉണ്ട്. പിന്നെ ദാറ്റ് ഈസ് എ റോളർ കോസ്റ്റർ ആൻഡ് അല്ലാത്ത കുറേ റൈഡ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് നമ്മൾ ചെസ്നട്ടാണ് കേട്ടോ. സോ നമ്മൾ ടർക്കി വെച്ച് ചെസ്നട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ദാറ്റ് വി ആർ ട്രൈയിങ് വിത്ത് ചെസ്നട്ട്. നല്ല റോസ്റ്റഡ് ചെസ്നട്ടാണ്. നമ്മൾ അവിടെ പോയിട്ടാകുമ്പോൾ ടർക്കി പോയിട്ടാകുമ്പോൾ കഴിച്ച ചെസ്നട്ടാണ്. ഒന്ന് പൊളിച്ചു തരൂ, ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റാണ്. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ, അത് പുഴുങ്ങിയൊരു ടേസ്റ്റാണ്. കൊള്ളാം, നല്ലൊരു ടേസ്റ്റ്. പക്ഷേ ടർക്കി പോയി കഴിച്ചത് വേറൊരു ടേസ്റ്റാണ്. അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ചക്കക്കുരു ഒക്കെ പുഴുങ്ങിയൊരു ടേസ്റ്റാണ്. സോ എനിവേ, നമ്മളിത് കഴിക്കുകയാണ് ഇപ്പോൾ. സോ ഇതുപോലെ ഓരോരോ കോർണറിൽ ഇവരിങ്ങനെ ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെയാണ് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. ലൈക്ക് കുറച്ച് നമുക്ക് ചൂടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കാം. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം, കുറച്ച് വിഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഹോട്ട് ഡോഗ് ആൻഡ് സം ചിപ്സ് അതാണ് അവിടെ ഓർഡർ ചെയ്തത്. ഈ ബാർബേറിയൻ വില്ലേജ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ കാണുന്ന വലിയൊരു സ്റ്റാളാണ്. അപ്പം അതിൻ്റെ ഒരു സെക്ഷനിൽ പോയിട്ട് ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരവിടെ ഫ്രഷ്ലി ആണ് ഇങ്ങനെ ചിപ്സൊക്കെ ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് നല്ല ഹോട്ട് ആൻഡ് ക്രിസ്പി ആയിരുന്നേ. ദെൻ സോസേജ് വാസ് ഫൈൻ ഫോർ ദ ഹോട്ട് ഡോഗ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ അവൾക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എനിവേ, ദാറ്റ് വാസ് നമുക്കിപ്പോൾ അറിയാവുന്നൊരു കാര്യം. നമുക്ക് ഒരുപാട് അവിടെ അറിയാത്ത കുറേ സ്റ്റാൾ ഷോപ്സൊക്കെ ഉണ്ടായി. അപ്പം അതിനേക്കാളും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടും കേട്ടിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഒരു ഹോട്ട് ഡോഗ് ആൻഡ് സം ചിപ്സ്, അങ്ങനെ അത് നമ്മൾ കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും, പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ആഫ്റ്റർ ഹാവിങ് ദാറ്റ് ക്വിക്ക് സ്നാക്ക് നമ്മൾ വീണ്ടും ഒന്ന് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. സോ ഇതൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് കയറിയിട്ടില്ല ഐസ് മൗണ്ടൻ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഓപ്പൺ വേർഷനാണ് തോന്നിയത്. സോ നമ്മളത് ട്രൈ ചെയ്തില്ല. ആൻഡ് ദിസ് വാസ് ലൈക്ക് another വൺ. പക്ഷെ നമുക്കത് ട്രൈ ചെയ്യാനുള്ള കറേജ് അതെനിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ബിഗ്ഗർ വേർഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ വിസ്മയ പറശ്ശിനിക്കടവിലുള്ള വിസ്മയ പാർക്കിലുണ്ട്. അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന്. അപ്പം എനിവേ ദിസ് ലുക്സ് ലിറ്റിൽ മോർ ലൈക്ക് ടോളർ ആൻഡ് ലെസ് സീറ്റഡ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് സാധനമായിട്ട് തോന്നിയത്. എനിവേ അതിലൊന്നും കയറിയില്ല. ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് മൂവിങ് ഓൺ. ഇതുപോലെ കുറേ ഗെയിംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മിനിമം എനിക്കതൊന്ന് £5 ഒക്കെ കൊടുത്തു കഴിഞ്ഞാലാണ്. നമ്മൾ ഒരെണ്ണം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല. സോ വി സ്റ്റോപ്ഡ് ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ £5 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂപ്പൺ കിട്ടും. അല്ലെങ്കിൽ അക്കോർഡിംഗ്ലി ഓരോ ഗെയിമിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റിങ് ഇട്ടിട്ട് കുപ്പിയിൽ നിന്ന് പിന്നെ കുപ്പിയിൽ വീണാൽ നമുക്കൊരു പ്രൈസ് കിട്ടും. അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ഗെയിംസാണ്. ആൻഡ് ഓൾസോ ബോൾ എറിഞ്ഞിട്ടുള്ള ഗെയിംസ്, അങ്ങനെയൊക്കെ കുറച്ച് ഗെയിംസൊക്കെ ഇവിടെ ഉള്ളത്. കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ റൈഡ്സ് ഇവിടെ ഉണ്ട്. പിന്നെ എൻട്രി ചെയ്യുമ്പോഴും ഭയങ്കര ചെക്കിംഗ് ഒക്കെയാണ് കേട്ടോ. നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും, നമ്മുടെ സ്കാനർ വെച്ചിട്ട് ബോഡിയൊക്കെ ചെക്ക് ചെയ്യും. എയർപോർട്ട് പോലെയായിരുന്നു. ലൈക്ക് ദേ ഡോണ്ട് ലെറ്റ് അസ് ബ്രിങ് ഈവൻ വാട്ടർ ഇൻസൈഡ്. വാട്ടർ ഉണ്ടെങ്കിൽ അവരിത് കളയും. പിന്നെ സ്നാക്സോ ഫുഡ് ഐറ്റംസോ അങ്ങനെയൊക്കെ കുറേ അവർ വാങ്ങിയിട്ട് കളയുന്നുണ്ട് അവിടെ നിന്ന്. ബിക്കോസ് ഐ തിങ്ക് ഈ ഒരു ഉള്ളിൽ തന്നെ സ്റ്റാൾ ഉണ്ടല്ലോ, അതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. പിന്നെ ഉച്ച സമയത്തിൻ്റെ ഒരുപാട് റൈഡ്സൊക്കെ കാലിയായിരുന്നു കേട്ടോ. ഇതൊക്കെ കിഡ്സിൻ്റെയൊക്കെ റൈഡ്സാണ്. അതൊക്കെ ഓൾമോസ്റ്റ് ഐ മീൻ ഉണ്ടായിരുന്നില്ല, കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറേ നേരത്ത്. ഈവനിങ് ഞാൻ പറഞ്ഞല്ലോ, കാരണം കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനിതിന് മുന്നേ 3 പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ വന്നപ്പോഴൊക്കെയും ഇവിടെ
ഈവനിങ് ആൻഡ് നൈറ്റ് ടൈമിൽ വന്നതുകൊണ്ട് നൈറ്റ് ടൈം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വൈബ്. അപ്പം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡേ ടൈമിൽ അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണുന്ന എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ. സോ എനിവേ ഇറ്റ് വാസ് ഫൺ. നമുക്കൊരു ഹാഫ് ഡേ അല്ലെങ്കിൽ മോർ ദാൻ എ ഹാഫ് ഡേ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളതുണ്ട്. എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പീക്ക് ടൈമിൽ ഫ്രീ എൻട്രി ആണ്. ലൈക്ക് ടിക്കറ്റ് ബുക്കിംഗ് ചാർജ് രണ്ടുപേർക്കും കൂടെ ഒരു £1 അങ്ങനെയൊക്കെ വരുള്ളൂ. പക്ഷേ ഒരു ആഫ്റ്റർ ഒരു 12 ആകുമ്പോഴത്തേക്ക് അതിന് ചാർജ് കൂടുന്നുണ്ട്. ലൈക്ക് ഫോർ എൻട്രി ടിക്കറ്റ് £5 ഈച്ച് ആണ്. അപ്പം നമുക്ക് £10 ആയിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ ഓരോരോ റൈഡിനും ഓരോരോ പ്രൈസാണ്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഓരോരോ ഗെയിംസ് കളിക്കണമെങ്കിലും എവറി കൗണ്ടർ വി ഹാവ് ടു പേ. അപ്പം if you want to explore everything, it is going to cost a lot of money, okay? അപ്പം പിന്നെ കാരണം കറങ്ങുന്നൊരു സാധനത്തിൽ കയറണം എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ. അത് നമ്മൾ ലാസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇത്തവണ ഒന്നുകൂടെ കയറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സോ നമ്മൾ നടന്ന് അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ അതിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സോ വി ഹാഡ് ദാറ്റ് റൈഡ് ഓൾസോ. ദാറ്റ് വാസ് ഓൾസോ ഫൺ. പക്ഷെ ഭയങ്കരമായിട്ടൊന്നും ഇല്ല. പക്ഷേ ഇച്ചിരി ഒന്ന് മുകളിൽ പോകുമ്പോഴത്തേക്കേ നന്നായിട്ടൊന്ന് കറങ്ങുന്നുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇറ്റ് വാസ് ഫൺ. മൊത്തത്തിൽ എല്ലാ ലൈറ്റും കളറുമായിട്ട് ക്രിസ്മസ് വൈബ് അങ്ങനത്തെയൊക്കെയാണ്. ക്രിസ്മസ് മാർക്കറ്റ് എന്നാണ്, വൺ ഓഫ് ദ ഫേമസ് ക്രിസ്മസ് മാർക്കറ്റ് ഇൻ ലണ്ടൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് ഫസ്റ്റ് വരുന്നത് ഹൈഡ് പാർക്ക് വിൻ്റർ വണ്ടർലാൻഡാണ്. സോ വി ആർ ദെയർ. സോ അവർ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരും ഏത് സീറ്റിലായിരിക്കണത്. മേ ബി ടു ബാലൻസ് ദ വെയിറ്റ് ആൻഡ് ഓൾ അങ്ങനെ ആയിരിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ റൈഡൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണ്ടേ. ഷി വാസ് എ ബിറ്റ് നെർവസ് ബിക്കോസ് കറങ്ങുമ്പോൾ ചെറിയൊരു തലകറക്കം ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴല്ലേ ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കാരണം എപ്പോഴെപ്പോഴും പറ്റുന്നൊരു അല്ല, റൈഡ്സിന് വല്ലപ്പോഴും ഒക്കെ അല്ലേ നമ്മളിങ്ങനെ പോവുള്ളൂ. സോ ഓക്കെ, ദാറ്റ് ഈസ് ഹൗ വി സ്റ്റാർട്ടഡ് ആക്ച്വലി. അപ്പോൾ സ്ലോലി ഇങ്ങനെ കറങ്ങി കറങ്ങി മേലോട്ടേക്ക് എത്തുമ്പോഴേക്കാണ് കുറച്ചൊന്ന് സ്പീഡൊക്കെ കൂടുന്നത്. സ്പീഡ് കൂടും ആൻഡ് ഹൈറ്റും കൂടുമ്പം ചെറിയൊരു പേടി, ആ തുടക്കത്തിലുള്ളൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് മൊത്തത്തിൽ ഈ ഹൈഡ് പാർക്ക് ഇങ്ങനെ കാണാം, ഏത് സ്ഥലത്ത് എന്തൊക്കെയുള്ള റൈഡ്സ്, അങ്ങനെ ജനറലി മൊത്തത്തിൽ നിന്നൊരു സ്കൈ വ്യൂ പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദാറ്റ് വാസ് ആക്ച്വലി റിയലി ഫൺ. എൻ്റെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഫോൺ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ എങ്ങാൻ താഴെ പോയാലോ എന്നുള്ളൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഇറ്റ് വാസ് നല്ല വിൻഡി, നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ജനറലി ഐ ലൈക്ക് ഇറ്റ് പേഴ്സണലി, ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ആൻഡ് യാ, ദാറ്റ് വാസ് എ സ്കൈ വ്യൂ ഓഫ് ദിസ് വിൻ്റർ വണ്ടർലാൻഡ്. എല്ലാ റൈഡ്സും നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ കാണാം. യാ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ജനറലി ചൂടും ഇല്ല തണുപ്പും ഇല്ല, ഒരു മോഡറേറ്റ് കാലാവസ്ഥ. ഐ വാസ് ഹാവിങ് ഫൺ ആൻഡ് ഇവൻച്വലി ആഫ്റ്റർ ഷി വാസ് എ ബിറ്റ് നെർവസ് ഇൻ ദ ബിഗിനിങ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈവൻ ഷീ സ്റ്റാർട്ടഡ് എൻജോയിങ്. ആൻഡ് ചെറിയൊരു വെയിലൊക്കെ ആകുമ്പോൾ വ്യൂ, മൊത്തം ഒരു ക്ലിയർ സ്കൈ എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് സ്ലോലി വി സ്റ്റാർട്ടഡ് ഗോയിങ് ഡൗൺ. അപ്പോൾ താഴത്തോട്ട് പോകുമ്പോൾ ചെറുതായിട്ട് സ്പീഡും കുറയുന്നുണ്ട് ആൻഡ് ഓൾസോ ലൈക്ക് ഹൈറ്റും കുറഞ്ഞു വരുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു, പക്ഷേ ഇറ്റ് വാസ് നെവർ എ ബാഡ് എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് റിയലി ഫൺ. നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം എൻജോയ് ദ മാക്സിമം എന്നുള്ളതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. സോ വി വർ ഹാവിങ് റിയലി റിയലി ഫൺ. ചെറിയൊരു തലകറക്കേ ഉള്ളൂ, പക്ഷേ ദാറ്റ് വാസ് ഓക്കെ ആഫ്റ്റർ ദാറ്റ് ടൈം. പിന്നെ ഇത് നൈറ്റിൽ ഇതൊരു ബ്ലൂ കളറൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബിൽഡിംഗ് ആണ്. ദ മാജിക്കൽ ഐസ് കിങ്ഡം എന്ന് പറഞ്ഞിട്ട്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് ഓപ്പൺ അറ്റ് ദാറ്റ് ടൈം. എനിവേ ദ വാസ് വി വർ നോട്ട് ഷുവർ ആക്ച്വലി. ആൻഡ് പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ നടന്നു. ഈ സ്നോ ജെറ്റ് വാസ് അനദർ ഇൻട്രസ്റ്റിംഗ് ഫൺ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ആൻഡ് വൈഫ് ദേ റൈഡ് ദിസ് വൺ ആൻഡ് ഷീ വാസ് ലൈക്ക് നിയർലി ഡെഡ്. അങ്ങനത്തെ ഒരു ഇതിലാണ് തിരിച്ചു വന്നത്. ഇപ്പം കാണുമ്പം ആ ഒരു സ്പീഡ് നമുക്ക് തോന്നില്ല, പക്ഷേ ജനറലി ബിക്കോസ് എനിക്ക് തോന്നുന്നത് അവർ നിയർലി സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ളപ്പോഴാണ് ഞാൻ അവിടെ കണ്ടത്. അല്ലാതെ മൊത്തത്തിൽ ഭയങ്കര സ്പീഡിൽ കറങ്ങുന്നൊരു റൈഡാണ് കേട്ടോ ഇത്. ഐസ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തല കറങ്ങും, സ്നോ ജെറ്റ്. ആൻഡ് ഇതാണ് ആ എൻട്രൻസ് ഏരിയ ആണ് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് ആൻഡ് കളർഫുള്ളാണ് നൈറ്റിൽ പ്രത്യേകിച്ചും. പിന്നെ ഓരോ ഫുഡ് ഹാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോരോ ഫുഡ് ഹാൾ. പിന്നെ ഇത് കണ്ടപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യണം തോന്നി. ഹോട്ട് ചോക്ലേറ്റ് പിസ്താഷ്യോ ആണ്. അപ്പോൾ അതിങ്ങനെയാണ് കേട്ടോ വന്നത്. മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം, പിസ്താഷ്യോയുടെ സിറപ്പ് കാര്യങ്ങളൊക്കെയാണ്, അടിയിൽ ഹോട്ട് ചോക്ലേറ്റ് ആണ്. എനിക്കങ്ങനെ സ്വീറ്റ് ഭയങ്കര ഇഷ്ടമല്ല. നമ്മൾ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പോലും വളരെ മിനിമലായിട്ടുള്ള സ്വീറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ കോഫി ഉണ്ടായിരുന്നത്. പക്ഷേ ദിസ് വാസ് ടു സ്വീറ്റ് ആക്ച്വലി. ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ആൻഡ് ഓരോ സൈഡിൽ ഇങ്ങനെ ഓരോരോ ഡെക്കറേഷൻസ്, ലൈറ്റ് കൊണ്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ എല്ലാം കൂടി ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. ആൻഡ് യെസ്,
ഫുള്ള് വോയിസ് ഓവർ ചെയ്യുന്ന അവിടെ ഫുള്ള് മ്യൂസിക്കാണ് കേട്ടോ. എങ്ങാനും കോപ്പിറൈറ്റ് അങ്ങനെ അടിച്ചിട്ട് ആകെ വീഡിയോ കുറച്ചൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ അതിനൊന്നും കോപ്പിറൈറ്റ് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പം എല്ലാം ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്. യെസ്, ആൻഡ് ദാറ്റ് വാസ് ദാറ്റ് അബൌട്ട് വിൻ്റർ വണ്ടർലാൻഡ്. സ്റ്റിൽ ഹാപ്പനിങ്, സ്റ്റിൽ എ ലോട്ട് ഓഫ് പീപ്പിൾ കമ്മിങ്. ഇറ്റ്സ് റിയലി ഫൺ, എ ഫൺ ഫിൽ ഡേ ആക്ച്വലി. ബിക്കോസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ റൈഡ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നതും ഇങ്ങനെ കുറച്ചൊന്ന് ക്രൗഡിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ കാണുന്നതും ക്രിസ്മസ് മാർക്കറ്റ് കാണുന്നതൊക്കെ. ദാറ്റ് വാസ് ഇറ്റ് ആക്ച്വലി. നൗ വി ആർ ഗോയിങ് ബാക്ക് ഹോം. സോ അറൗണ്ട് ഒരു 3 o'clock കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ സൺസെറ്റൊക്കെ ആവാനായിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് വ്യൂ ഫ്രം ദ വിൻ്റർ വണ്ടർലാൻഡ്. പിന്നെ നമ്മൾ ട്രെയിൻ എടുത്തിട്ട് വീട്ടിലോട്ട് പോവാണ്. മാർബിൾ ആർച്ചാണ് ആ കാണുന്നത്. സോ മാർബിൾ ആർച്ച് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ അറൗണ്ട് ഒരു 1 hour ട്രെയിൻ ജേർണി ഉണ്ട്. 2 ട്രെയിൻ വരാനുണ്ട്. ആൻഡ് ദീസ് വർ സം good pictures that we have taken today, and that was about today, a fun day. So we'll see you soon with the next vlogs. Till then, thank you so much and keep safe.